ഹലോ ഡിയേഴ്സ്, ഇനി നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ഇടയായത്. ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് ഇന്നാണ് അതിനൊരു സമയം ഒത്തു വന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ഇടയായത്, അതാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയ ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നു. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ഒരു വിവരവും ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് ഒരു 8 months ആയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങിപ്പോയത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കൂടുതൽ കാഴ്ച എടുക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് യാതൊരു കോണ്ടാക്റ്റും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ കുറച്ചധികം കാർഡ്സ് വീണിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ഇടയായത് എന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൂന്നാമതൊരു വ്യക്തിയുടെ സ്വാധീന നിമിത്തമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ കാരണമായത്. ഇത് ടാരോ കാർഡ്സിലെ മൂന്നാമത്തെ കാർഡാണ്, ദി എംപ്രസ് എന്ന് പറയുന്നത്. അപ്പം തേർഡ് പാർട്ടിയാണിത്. അപ്പൊ നമുക്ക് ഇവിടെ ക്യൂൻ ഓഫ് സോർഡും കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തത്. അപ്പം അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാനില്ലാതെ നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം ഒതുക്കി ഇതിനോടകം തന്നെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഹാർട്ടിന് താങ്ങാൻ കഴിയുന്നതിനും പെയിൻ ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. 3 വാളുകൾ കുത്തി ഇറക്കുമ്പോൾ എത്രയാണ് പെയിൻ ഉണ്ടാവുക, ആ ഒരു പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു ഓപ്ഷൻ കൂടി വന്നിരുന്നു. ആ ഒരു ഓപ്ഷനിൽ ആ ഒരു പേഴ്സണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷനെ കൺസിഡർ ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ പേരിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഈ മൂന്നാമതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻ. എന്തായാലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് പിന്നെയും റിയൂണിയൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഈ ഒരു പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകൾ ഈ ഒരു പേഴ്സൺ അനുസരിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും അതിന്റെ പേരിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്. അതിന്റെ പേരിലാണ് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് ഒരു കൺഫ്യൂഷൻ മൈൻഡ് ആണുള്ളത്. അവരുടെ മനസ്സിലേക്ക് പല പല ചിന്തകളാണ് വരുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ അവരുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായും ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളെന്നുള്ള വ്യക്തിയുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും ഒരു പേഴ്സണ്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, അവർ പോയ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാത്തത്. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതിന് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു ഹോപ്പും ഇല്ലെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ കരുതുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരും, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരും എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് ഇപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾ കരുതുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരുന്നായിരിക്കാം. ആ ഒരു ഓപ്ഷനുമായിട്ട് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയിലേക്കും അവർ മുന്നും പിന്നും നോക്കാതെ ആയിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത് എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ആ ഒരു പേഴ്സൺ അപ്പോഴത്തെ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. എന്നാൽ അതിന്റെ വരുംവരാഴികളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് ഒരു ഇല്യൂഷനിലായിരുന്നു. ആ ഒരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അഡിക്റ്റ് ആണെന്നാണ് കാണുന്നത്. മേ ബി അവർ തമ്മിൽ മെന്റലി ഫിസിക്കലി ഒക്കെ വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കിയ ടോപ്പിക് എന്നും പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാനിടയായത്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ഒരു ഡെവിൽ കാർഡും കൺഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ മെന്റലി ഫിസിക്കലി എല്ലാം അഡിക്റ്റഡ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ വളരെയധികം ഒരു അഡിക്ഷൻ ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി പല വഴികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടായിരിക്കാം, ഫിസിക്കലി മെന്റലി എല്ലാം അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം അഡിക്റ്റ് ആണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി, പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു പേഴ്സണ് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായത്. കാരണം അവരുടെ ലൈഫിൽ ആ ഒരു വ്യക്തി എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരുടെ ലൈഫിലുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഒരു കാര്യം നഷ്ടമായി എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും, എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ കൂടെ നിങ്ങളില്ല എന്നുള്ള ഒരു വിഷമം എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സണെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഈ ഒരു പേഴ്സൺ അവരുടെ കാർമിക് ബാഗേജസ് എല്ലാം റിലീസ് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ളത്, അതായത് നിങ്ങളുമായിട്ട് പുതിയ ചാപ്റ്റർ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നു. പക്ഷെ ഇതെല്ലാം അവരുടെ മൈൻഡിലെ കാര്യങ്ങളാണ്. ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ തോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. ആ ഒരു പേഴ്സന്റെ മനസ്സിലെ തോട്ട്സ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ തന്നെ
ചുമ്മാതിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ തന്നെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഓരോ കാര്യങ്ങൾ ചിന്തിക്കില്ലേ. കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഡിസിഷൻ ആണെങ്കിലും അതെ, തോട്ട്സ് ആണെങ്കിലും അതെ, അതിലെല്ലാം ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ മനസ്സിലെ തോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ആ പഴയതെല്ലാം അവിടെ വിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കട്ടെ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നതാണ്. യൂണിവേഴ്സായിട്ട് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു മായാലോകത്തായിരിക്കാം. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ചെയ്ത തെറ്റുകളെ പറ്റിയിട്ട് യാതൊരു ബോധ്യവും ഇപ്പോൾ ആ ഒരു പേഴ്സണ് വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കാനോ നിങ്ങളെ എത്രയധികം വേദനിപ്പിച്ചെന്നോ ഒന്നും ഓർക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സൺ റെഡിയല്ല. പക്ഷെ യൂണിവേഴ്സായിട്ട് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നതാണ്. കാരണം നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മ ആ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാ തെറ്റുകളും മനസ്സിലാക്കുന്ന ഒരു സമയം എന്തായാലും ഉണ്ടാവും. കർമ്മ എന്ന് പറയുന്ന ഒരു ബൂമറാങ് ആണല്ലോ. അപ്പം അത് തിരിഞ്ഞടിക്കുന്ന ഒരു സമയം എന്തായാലും ഉണ്ടാവും. അപ്പം ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് ആ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് തന്റെ തെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ അരികിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തുന്നതാണ്. പക്ഷെ അതിന് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് ഓൾറെഡി അവസാനിച്ചു പോയ റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. നമുക്ക് ആദ്യമേ തന്നെ ഡെത്ത് കാർഡ് ആണ് കിട്ടിയത്. അപ്പം ഓൾറെഡി അവസാനിച്ചു പോയ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങൾ സെൽഫ് ലവിലേക്കൊക്കെ മാറുക. അതെല്ലാം ഡിവൈൻ ടൈം ആകുമ്പോൾ നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ വലയത്തിലാണെങ്കിൽ ആ ഒരു പേഴ്സൺ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ടൈം ഉണ്ടാകുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരികെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ആ പേഴ്സൺ നിൽക്കുന്ന ആ സാഹചര്യം, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി തരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു അടിത്തറ തന്നെ ഇളകിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത്രയും നാൾ ഉണ്ടായത്. അതിന്റെ അടിത്തറ ശക്തിപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിന് ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സക്സസ് ഉണ്ടാവുന്നതാണ്. ഇതൊരു വിക്ടറി കാർഡാണ്. അപ്പം ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സക്സസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ എത്രയും നാൾ കാത്തിരുന്നത് പോലെ ഒരു വിജയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ഇടയായത്? ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനോ തന്റെ തെറ്റുകളെ പറ്റിയിട്ട് പശ്ചാത്താപിക്കാനോ ഒന്നും ആ ഒരു പേഴ്സൺ, ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ അതൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ ഒരു ചേഞ്ച് വരുന്നതാണ്. അതായത് ഒരു ജഡ്ജ്മെന്റ് ഇവിടെ ഉണ്ടാകുന്നതാണ്. എന്തായാലും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു കാർമിക് സിറ്റുവേഷൻ എന്തായി നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ തിരികെ വരുന്നതാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ച്. അപ്പം ഇതായിരുന്നു നമ്മൾ നോക്കിയ സിറ്റുവേഷൻ. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സും കൂടെ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. മേ ബി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയപ്പോഴായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് ആ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞത്. എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ
8 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുള്ളതാണ് അവരുടെ സോളിന്റെ മെസ്സേജ് ആണ് കേട്ടോ. ഇത് അവരുടെ മൈൻഡിലെ അല്ല, മൈൻഡിന്റെ മെസ്സേജസ് എല്ലാം തന്നെ, അതായത് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകുന്നതേ ഉള്ളൂ. ഇത് ആ ഒരു പേഴ്സന്റെ സോൾ മെസ്സേജ് ആണ്. ആ ഒരു സോൾ മെസ്സേജ് അത് എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പം എന്തായാലും നമ്മളിവിടെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ ഒരു പേഴ്സണ് തന്നെ അറിയാം, ഈ ഒരു പേഴ്സന്റെ സോളിന് തന്നെ അറിയാം. പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ മൈൻഡില്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു പേഴ്സൺ ചെയ്ത തെറ്റുകളെ പറ്റിയിട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ബോധ്യം വന്നിട്ടില്ല. പക്ഷെ ആ ഒരു പേഴ്സന്റെ സോളിന് അറിയാം താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരു വാല്യൂം ഇല്ലാതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ആ ഒരു സോളിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് വാല്യൂ ഉള്ളതാക്കി തീർക്കാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും ഈ ഒരു പേഴ്സൺ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അതായത് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും ബിൽഡ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ്. ഇപ്പോൾ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ വൈകാതെ ഞാനൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ അടിത്തറ തന്നെ ഇളക്കി ആ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ച് നിന്റെ അടിയിലേക്ക് ഞാൻ വരുന്നതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. എന്തായാലും അവരുടെ സോളിന് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇവിടെ ആ ഒരു പേഴ്സന്റെ സോൾ മെസ്സേജ് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അടിത്തറ തന്നെ ഇളകിയ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊണ്ടുവരാനാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലംസുകളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസിലേക്ക് എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സന്റെ സോൾ മെസ്സേജിൽ അവരുടെ മെസ്സേജ് നിങ്ങളോട് പറയാനുള്ളത്, ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ഒരു വാല്യം ഇല്ലാതെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വലിച്ചെറിഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായ സമയത്തും അതെല്ലാം ഈ ഒരു പേഴ്സന്റെ സോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ സോൾ അതെല്ലാം, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊണ്ടുവരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊണ്ടുവരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലംസുകളെല്ലാം അവസാനിപ്പിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം സക്സസിലേക്ക് എത്തിക്കണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സാധ്യമാക്കണം. അതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവരുടെ ഇപ്പോഴത്തെ മൈൻഡിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരുടെ സോളിന്റെ മെസ്സേജാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ഇല്യൂഷനിലാണ്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നതാണ്. ആ ഒരു ജഡ്ജ്മെന്റിലായിരിക്കാം നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നത്. നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വളരെ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാലേ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ കൂടി ആ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളുടെ ആ ഒരു എനർജി ബാധിക്കുന്നതാണ്. അതായത് വീട്ടിൽ ഒരാള് വളരെയധികം ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ള വ്യക്തികളെ കൂടി ബാധിക്കുന്നതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, ആ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സൈക്കിൾ ആയിരുന്നു. അതായത് ആ ഒരു സൈക്കിളിൽ ആയിരുന്നു ഇത്രയധികം വേദനകളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഓൾറെഡി എൻഡ് ആവുന്ന ഒരു സ്റ്റേജ് ആണ്. അത് ഓൾറെഡി എൻഡ് ആവുന്നതാണ്. അപ്പം ഒരു ജഡ്ജ്മെന്റ് എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇനിയും തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. ഇതെല്ലാം ആ ഒരു കർമ്മ സൈക്കിളിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് കാർഡ്സ് കൂടി നോക്കാം നിങ്ങൾക്കുള്ള അഡ്വൈസ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ചേഞ്ച് വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നതാണ്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് സെറ്റ് ആവുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ സെറ്റ് ആയിട്ടുണ്ടായിരിക്കാം ഇതിനോടകം തന്നെ. അപ്പം എന്തായാലും ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആക്കാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, ഇത്രയും നാൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആ ഒരു സ്ട്രഗിൾസ് എല്ലാം ഉണ്ടല്ലോ, ജീവിതത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റീസും ആ ഒരു സ്ട്രഗിൾസിൽ നിന്നും എല്ലാം തന്നെ നിങ്ങളെ റിലീസ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഊർജം തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി തുടരണം. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്, ആ ഒരു മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയം വളരെ ക്ഷമയോട് കൂടിയിട്ട് തുടരണം. നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്. അതായത് എല്ലാ ക്ലാരിറ്റിയോടും കൂടിയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയം വളരെ ക്ഷമയോട് കൂടിയിട്ട് തുടരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.